ഹായ് കൂട്ടുകാരെ, ഇന്നൊരു പുതിയ ഐറ്റമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ വീട്ടിൽ ഇതേപോലെ ചെയ്യാറുണ്ടോ? അരിമണി, കടുകും അരിമണിയും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ വെളിച്ചെണ്ണയിൽ, ഞങ്ങൾ പറയാ വറുത്തിടുക എന്നാണ് കേട്ടോ. ഞങ്ങളെ അവിടെ കോഴിക്കോടൻ ഭാഷ പൂളയിൽ വറവിടുക, കിഴങ്ങിൽ വറവിടുക, അങ്ങനെ ഇപ്പോൾ പൂളാന്ന് പറയാം. കപ്പയിൽ ഞങ്ങളവിടേക്ക് പൂളാന്നാണ് കേട്ടോ കപ്പയ്ക്ക് പറയാം. കപ്പയിലൊക്കെ ഇങ്ങനെ അരിമണി ഇങ്ങനെ കടുക് താളിക്കുമ്പോൾ അരിമണി ഇട്ട് കഴിഞ്ഞിട്ട് താളിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചെയ്യാറ്. കറിയൊന്നും ഉണ്ടാവില്ല. കറിയൊന്നും നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇപ്പം കറിയൊന്നും അങ്ങനെ വെക്കാറില്ല. പണ്ടൊക്കെ ഇങ്ങനെ വറവിടുക ചെയ്യുക. കപ്പ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പപ്പായ ഇല്ലേ, പച്ച പപ്പായ ഇങ്ങനെ കുഞ്ഞു കഷ്ണമാക്കി വേവിച്ചിട്ട് ഇതേപോലെ ഒന്ന് വറവിട്ട് കഴിഞ്ഞിട്ട് അതിലിട്ട് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്ത് നിങ്ങൾ കഴിച്ചു നോക്കും. നല്ല ടേസ്റ്റാണ്. നമ്മളെ ചോറിൻ്റെ കൂടുതലായാലും കഞ്ഞീൻ്റെ കൂടുതലൊക്കെ ആയാലും അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് റേഷനരി ആവണം കേട്ടോ, എന്നാലേ നല്ലോണം മൊരിയുള്ളൂ. ഇതിപ്പോൾ ഞാനിതിലിട്ട് റേഷനരിയാണ്. അപ്പോൾ റേഷനരിയാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ റേഷനരി ആകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഏതരിയും കഴുകണം കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇങ്ങനെ വറക്കാൻ. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതാ പച്ചക്കായും മമ്പയറും കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് തോന്നിയൊരു ഒരു സംഭവമാണ് ഇങ്ങനെയൊന്ന് ചെയ്യട്ടെ എന്ന്. അപ്പം പച്ചക്കായും മമ്പയറും കൂടി വേവിച്ച്, അത് മമ്പയർ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടില്ല, പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ്. അപ്പം വേഗം തന്നെ അത് കഴുകി ഞാൻ കുറച്ച് തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം പാത്രത്തിൽ അടച്ച് വെച്ച്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുക്കറിലൊന്നല്ല വേവിച്ചത് കേട്ടോ, സാധാ നമ്മൾ കലത്തിലാണ് വേവിച്ചത്. അത് വെന്ത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ പച്ചക്കായ ഇട്ടു, ഉപ്പിട്ടു. മമ്പയർ വേവിക്കുന്നതിന് മുമ്പ് ഉപ്പിട്ടില്ലായിരുന്നു, കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വേവില്ലല്ലോ എന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെന്തതിന് ശേഷമാണ് അതിലേക്ക് ഉപ്പിട്ടത്. ഉപ്പിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. പിന്നെ ഈ കൂട്ടിലേക്ക് ഇനിയിപ്പം നമ്മളെ മമ്പയറും പച്ചക്കായും കൂടി ഇടാൻ പോവുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ടു കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് നല്ലെല്ലാം നമ്മുടെ അരിമണിയും അതെല്ലാം കൂടി കടുകൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവണ്ടേ. നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുക. അത് നല്ല ഈ മഴയത്തൊക്കെ നമുക്ക് ഇപ്പോൾ അയ്യോ എന്താ ഇതിപ്പം ഇന്ന സമയത്തൊന്നുമല്ല, ഞാൻ ഉച്ചയ്ക്കാണ്, ഞാനങ്ങനെ ചോറൊന്നും കഴിക്കാത്ത കാരണം ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് ഞാൻ കഴിക്കുക, എനിക്കിഷ്ടമാണ്. അപ്പോൾ മഴയത്തൊക്കെ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലെ ഒരുവിധ ആൾക്കാരുടെ വീട്ടിലൊക്കെ മമ്പയറും പച്ചക്കായൊക്കെ ഉണ്ടാവും. ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഇത് മമ്പയറല്ല, കടലയും ഇങ്ങനെ കായും ഒക്കെ ചെയ്യുക. പക്ഷേ ചിലവരൊക്കെ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇടും. ഞാൻ പിന്നെ മുളക് പൊടിയോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഈ വഴറ്റിനയിലിട്ടാലും നല്ലതാണ്. ഞാനതിന് പകരം പച്ചമുളകാണ് ഇട്ടത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അരിമണീൻ്റെ. കാരണം ഇത് കുറേ സമയം വെച്ചേക്കരുത് കേട്ടോ. അപ്പം തിന്നുമ്പോൾ നമുക്ക് ആ അരിമണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ വായിലിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് മാങ്ങ ഇവിടെ ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങയാണ്. അപ്പം വീട്ടിൽ മാങ്ങ ഉള്ള കാരണം ഞാനിപ്പോൾ പുട്ടിൻ്റെ കൂടെയും ഇതേപോലെ പുഴുക്കിൻ്റെ കൂടെയും ഒക്കെ മാങ്ങ തന്നെയാണ് കഴിക്കുന്നത്. ഇനി മാങ്ങയെല്ലാം കഴിയുമ്പോഴേക്കും എനിക്ക് ഷുഗർ ഹൈ ലെവലിലാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ? നല്ലൊരു ഫുഡാണ് കേട്ടോ, ഒരു ഹെൽത്തി ഫുഡ് എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നല്ല ടേസ്റ്റായിരിക്കും. ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മൾ ആ വറവില്ലേ, അരിമണി വറവാണ് കേട്ടോ. ആ വറവാണത്. അരിമണി നിങ്ങൾക്ക് ഇപ്പം ഞാൻ അത്യാവശ്യം നല്ലോണം അരിമണി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് ഞാൻ കഴിക്കട്ടെ. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ ബൈ.